തൂറിയവനെ ചുമന്നാൽ ചുമന്നവന് മാറും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഇവിടെ ഇസ്രയേലിനെ ചുമന്ന് നടന്ന അമേരിക്ക ഇപ്പോൾ നാറിയിരിക്കുകയാണ്. ഇനി ഇസ്രയേലിന് വേണ്ടി ഇറാനു നേരെ അമേരിക്ക വാ തുറക്കില്ല, ഒരക്ഷരം ഉരിയാടില്ല. കാരണം ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ എന്താണെന്ന് വളരെ നന്നായി തന്നെ അമേരിക്കക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു, മനസ്സിലായി കഴിഞ്ഞു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലിൽ നിന്നും കിട്ടിയ പ്രഹരം അത് ഇസ്രയേലിന്റെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടായിരിക്കാം. ഈ മിസൈലുകളിൽ നിന്നും ഉയർന്ന പ്രഹരം കൊണ്ട്, അതിൽ നിന്നും ഉയർന്ന തീനാളങ്ങൾ ഇസ്രയേലിനെ, പ്രത്യേകിച്ച് തെൽ അവീവിനെ വിഴുങ്ങിക്കഴിഞ്ഞു. ഒറ്റ ദിവസത്തെ യുദ്ധം കൊണ്ട് ഇസ്രയേൽ അടിയറ പറഞ്ഞു കഴിഞ്ഞു. ഇറാന്റെ ഒറ്റ ദിവസത്തെ പ്രഹരം കൊണ്ട് നെതന്യാഹു രാജ്യം വിട്ടു കഴിഞ്ഞു. യൂറോപ്യൻ രാജ്യമായ ഗ്രീസിലേക്കാണ് നെതന്യാഹു മുങ്ങിയത്. ഏത് സാഹചര്യത്തിലാണ് ഒരു രാജ്യം യുദ്ധം നേരിടുമ്പോൾ, ഏത് സാഹചര്യത്തിലാണ് യുദ്ധം തുടങ്ങിയ ദിവസം തന്നെ ആ രാജ്യത്തിന്റെ ഭരണാധികാരി ജീവനും കൊണ്ട് ഓടുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഓർത്തു നോക്കുക. അയാളുടെ ജീവനും അയാളുടെ കുടുംബത്തിന്റെ ജീവനും ശക്തമായ ഭീഷണിയാണ് ഇറാൻ ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടും. ഇറാനിയൻ റൈഡർമാർ നെതന്യാഹുവിന് വേണ്ടി തെരച്ചിൽ നടത്തുമ്പോഴാണ് ഇസ്രയേലിൽ നിന്നും വിമാനമാർഗം ഗ്രീസിലേക്ക് പറന്നത്. അവിടെ പോയി ഒളിച്ചിരിക്കുക. ഏത് സാഹചര്യത്തിലാണ് ഒരു രാജ്യം യുദ്ധത്തെ നേരിടുമ്പോൾ ആ രാജ്യത്തിന്റെ ഭരണാധികാരി ഒളിച്ചോടുന്നത്? ഏത് സാഹചര്യത്തിലാണ്? എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെട്ടേക്കാം. ഇറാനിയൻ റൈഡർമാർ ഇസ്രയേൽ മുഴുക്കെ തപ്പുകയാണ് നെതന്യാഹുവിന് വേണ്ടി ജീവനോടെ പിടികൂടാൻ. ഒറ്റ ദിവസത്തെ അടികൊണ്ട് ഓടിക്കഴിഞ്ഞു, ഗ്രീസിലേക്ക് പറന്നു കഴിഞ്ഞു. സത്യത്തിൽ ഇറാൻ എന്താണെന്ന്, ഇറാന്റെ ആയുധ ബലം എന്താണെന്ന്, ഇറാന്റെ ശക്തി എന്താണെന്ന് നെതന്യാഹുവിന് ഒരു ചുക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇറാനിൽ കയറി ചൊറിഞ്ഞത്. ഇറാൻ ഈ ചൊറിച്ചിലും കാത്താണ് ഈ കണ്ട കാലം അത്രയും വെയിറ്റ് ചെയ്തത്. അവർ നേരിട്ട് ഇസ്രയേലിനെ ആക്രമിക്കാതിരുന്നതും, ഇസ്രയേലിൽ നിന്നും ഒരു ചൊറിച്ചിൽ വന്നതിന് ശേഷം ആക്രമിക്കാം, അല്ലെങ്കിൽ ആദ്യം ഞങ്ങൾ കയറി ആക്രമിച്ചാൽ അത് ഞങ്ങൾക്കെതിരെ ഒരു മൈനസ് പോയിന്റായി മാറാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഇറാൻ ആദ്യം കയറി ചൊറിയാതെ ഇസ്രയേലിന്റെ ചൊറിച്ചിൽ കിട്ടിയപ്പോൾ അതിമാരകമായി പ്രഹരിച്ചത്. ഇപ്പോഴത്തെ ഇസ്രയേലിന്റെ അവസ്ഥ എന്താണെന്നറിയാം? അവിടെ ഒരു ചുക്കുമില്ല. ഒറ്റ ദിവസത്തെ അടികൊണ്ട് ഇസ്രയേൽ പപ്പടം പൊടിയുന്നത് പോലെ പൊടിഞ്ഞു കഴിഞ്ഞു. ഇസ്രയേൽ ആരാധകരെ, നിങ്ങൾ കരഞ്ഞോളൂ, കരഞ്ഞോളൂ, കണ്ണീർ വറ്റും വരെ കരഞ്ഞോളൂ.